നമസ്കാരം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മികച്ച പ്ലാനായ SIIP പ്ലാൻ 752 കുറിച്ച് ഇന്ന് വിശദമായി നോക്കാം. 1956 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 5 കോടി രൂപ മൂലധനത്തോടെ ആരംഭിച്ച ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് ഇന്ത്യയുടെ അഭിമാന സ്ഥാപനം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നാണ്. ഞാൻ ദേവസി PO, LIC ഏജന്റ് ആൻഡ് ചീഫ് അഡ്വൈസർ. മൊബൈൽ നമ്പർ 94 46 21 50 19. ഇമെയിൽ licdevasi@gmail.com. യൂട്യൂബ് ചാനൽ LIC ദേവസി. ഇത് ഒരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, ULIP പ്ലാൻ ആണ്. അതായത് ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുമിച്ച് ലഭിക്കുന്ന പ്ലാൻ. ഈ പ്ലാനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് പോളിസി ഹോൾഡേഴ്സിനാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈഫ് കവർ മുഴുവൻ കാലയളവിലും ലൈഫ് കവർ ലഭിക്കും. നമ്മൾ എത്ര വർഷത്തേക്കാണോ പോളിസി എടുക്കുന്നത്, ആ പോളിസി കാലാവധി മുഴുവനായും നമുക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. 4 തരത്തിലുള്ള ഫണ്ടാണ് ഈ സ്കീമിലുള്ളത്: ബോണ്ട് ഫണ്ട്, സെക്യൂർഡ് ഫണ്ട്, ബാലൻസ്ഡ് ഫണ്ട്, ഗ്രോത്ത് ഫണ്ട്. ഗ്യാരണ്ടീഡ് അഡീഷൻസ് ലഭിക്കും. അതായത് ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഗ്യാരണ്ടീഡ് അഡീഷൻസ് ലഭിക്കും. പാർഷ്യൽ വിഡ്രോവൽ സൗകര്യമുണ്ട്, ഭാഗികമായിട്ട് നമുക്ക് പിൻവലിക്കാം. സ്വിച്ചിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ഷെയർ മാർക്കറ്റിലെ വ്യതിയാനങ്ങൾക്ക് ആനുപാതികമായി കൂടുതൽ റിസ്ക് എടുക്കുന്ന ഫണ്ടിലേക്ക് നമുക്ക് മാറ്റാം. റിസ്ക് കുറഞ്ഞ ഫണ്ടിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. റിസ്ക് കൂടിയതും കുറഞ്ഞതിൻ്റെയും മീഡിയം ആയിട്ടുള്ള ഫണ്ടിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ഷെയർ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്ക് ആനുപാതികമായി നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഫണ്ട് മാറ്റുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇതിൽ ചേരുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 30 ദിവസമാണ്. മാക്സിമം പ്രായം 65 വയസ്സാണ്. പോളിസിയുടെ ടേം 10 മുതൽ 25 വർഷമാണ്. മിനിമം പോളിസി ടേം 10 വർഷമാണ്. മാക്സിമം പോളിസി ടേം 25 വർഷമാണ്. മിനിമം മെച്യൂരിറ്റി ഏജ് 18 വയസ്സാണ്. പ്രീമിയം അടവ് രീതി: പ്രതിമാസം അടയ്ക്കാവുന്ന പോളിസിക്ക് 3500 മുതൽ അടയ്ക്കാവുന്നതാണ്. ക്വാർട്ടർലി ആയിട്ട് അടയ്ക്കാവുന്ന പോളിസികൾക്ക് 10500 മുതൽ അടയ്ക്കാവുന്നതാണ്. ഹാഫ് ഇയർലി ആയിട്ട് അടയ്ക്കാവുന്ന പോളിസികൾക്ക് 21000 മുതൽ അടയ്ക്കാവുന്നതാണ്. ഇയർലി ആണെങ്കിൽ 42000 രൂപ മുതൽ അടയ്ക്കാവുന്നതാണ്. ഇതിനകത്ത് റൈഡേഴ്സ് അവൈലബിൾ ആണ്. ആക്സിഡൻറ്റും അതുപോലെ തന്നെയുള്ള ഡിസബിലിറ്റിയും അതുമായി ബന്ധപ്പെട്ട റൈഡേഴ്സ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഒരു നിശ്ചിത തുക നമുക്ക് പിൻവലിക്കണമെങ്കിൽ പാർഷ്യൽ വിഡ്രോവൽസിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ആവശ്യം വന്നു ഫണ്ടിൽ നിന്ന് നമുക്ക് ഒരു ഭാഗം പിൻവലിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഡെത്ത് ബെനിഫിറ്റ്, സം അഷ്വേർഡ് അഥവാ ഫണ്ട് വാല്യൂ അഥവാ നമ്മളടയ്ക്കുന്ന പ്രീമിയത്തിന് 105% ഏതാണോ കൂടുതൽ അത് നമുക്ക് ലഭിക്കും. മെച്യൂരിറ്റി ബെനിഫിറ്റ്, യൂണിറ്റ് ഫണ്ട് വാല്യൂ പ്ലസ് മോർട്ടാലിറ്റി ചാർജ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ലഭിക്കും. സ്പെഷ്യൽ ഫീച്ചേഴ്സ്: 5 വർഷം ലോക്കിൻ പീരീഡാണ്. അതായത് ഈ പോളിസിയിൽ നമുക്ക് പണം നിക്ഷേപിച്ചതിന് ശേഷം 5 വർഷത്തിന് ശേഷം നമുക്ക് പൈസ പിൻവലിക്കുവാനുള്ള ഓപ്ഷൻസുള്ളൂ. അതിനു മുമ്പ് പണം പിൻവലിക്കാൻ സാധിക്കില്ല. ഇൻഷുറൻസ് കവറേജും സാമ്പത്തിക നിക്ഷേപവും ഒരുമിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാൻ ഒരു നല്ല പോളിസിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. മൊബൈൽ നമ്പർ 94 46 21 50 19. ഇങ്ങനെ കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് പലരും നമ്മുടെ നിക്ഷേപത്തിന് കൂടിയ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. വരുമാനത്തിന് വേണ്ടി ഓരോ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച് കോടിക്കണക്കിന് രൂപ ഓരോ വ്യക്തികളുടെയും നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ചാനലുകളിലും പത്രങ്ങളിലും അതുപോലെ ഇതര വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമുക്ക് ഓരോ ടൗണുകളിലും പോകുമ്പോഴും അവിടെ നിക്ഷേപ സ്ഥാപനം പൊളിഞ്ഞതിൻ്റെ നിരാഹാരം ഇരിക്കലും സത്യാഗ്രഹവും അതുപോലെ തന്നെ ജാഥ നടത്തൽ, കരിങ്കൊടി പ്രകടനം, ഇങ്ങനെയുള്ള പല പന്തം കൊളുത്തി ജാഥ, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ കാണുന്നതാണ്. കാരണം ഇങ്ങനെയൊക്കെ അത് വരാൻ കാരണം
നമ്മൾക്ക് കൂടിയ വരുമാനം, നമ്മുടെ പണത്തിൽ നിന്ന് കൂടിയ വരുമാനം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ആ ആഗ്രഹം കൂടുമ്പോൾ നമ്മളുടെ മൂലധനം, അതായത് നമ്മുടെ ആസ്തി, നമ്മൾ ഇറക്കിയ പണത്തിൻ്റെ സുരക്ഷിതത്തെ പറ്റി ആലോചന കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലാനാണ് ഇത്. അതായത് ഇത് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. വളരെയധികം കൃത്യതയോടെയും അടുക്കും ചിട്ടയോടെയും അതുപോലെ തന്നെ അതിനുള്ള വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷിതത്വവും എല്ലാം ക്രമീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കർക്കശമായ നിയന്ത്രണങ്ങളിലുള്ള ഈ രണ്ട് സ്ഥാപനവും ഇന്ന് ഇന്ത്യയിലെ നിക്ഷേപങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് LIC ഈ പൈസ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കർക്കശമായ നിയന്ത്രണങ്ങളും ഓഡിറ്റിംഗ് സംവിധാനങ്ങളും നമുക്ക് സെക്കൻഡ് വെച്ച് ദൈനംദിനം നമുക്ക് ചാനലുകളിൽ ഇതിൻ്റെ വാർത്തയും അതുപോലെ തന്നെ വാല്യൂ, അതിൻ്റെ ഓരോ യൂണിറ്റിന് എന്ത് വിലയുണ്ടെന്ന് എല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഷെയർ മാർക്കറ്റുകളിലുണ്ടാകാവുന്ന മാറ്റങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു സുരക്ഷിതമായ മാർഗം, സുരക്ഷിതം എന്ന് പറയുന്നത് നമ്മുടെ ലാഭനഷ്ടമല്ല, നമ്മുടെ ആ പ്രക്രിയ നമുക്ക് സുരക്ഷിതമായി, നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാങ്കിൻ്റെ വിശ്വസ്തതയാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു കച്ചവടം നടത്തുമ്പോൾ അതിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ കർക്കശമായിട്ട് നല്ല അടുക്കും ചിട്ടോടുകൂടി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിപണിയിലുണ്ടാകാവുന്ന ലാഭനഷ്ടങ്ങൾക്ക് ആനുപാതികമായി നമുക്ക് ലഭിക്കും. ഇപ്പം നമുക്കറിയാം, ധാരാളം പേര് ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ധാരാളം പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ നഷ്ടം വരുന്ന ആളുകളുമുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പൈസയ്ക്ക് കൂടുതൽ വരുമാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കൃത്യമായും ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള കൃത്യമായ അറിവും അതിനെ പറ്റിയുള്ള ഗ്രാഹ്യമൊക്കെ ഉള്ള ആളുകൾ ഇതിനകത്ത് നിക്ഷേപിക്കുന്നത് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൻ്റെ അടിസ്ഥാനപരമായ യാതൊരു കാര്യവും അറിയാൻ പാടില്ലാത്ത ഒരാളുകളെ സംബന്ധിച്ച് ഇതിനകത്തുള്ള നിക്ഷേപം നടത്താതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങനെ കൃത്യമായ ഒരു ആഗ്രഹമുണ്ട് നിക്ഷേപം നടത്തണം എങ്കിൽ കൃത്യമായി അതിൻ്റെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എൻ്റെ അഡ്വൈസ് തേടി മാത്രമേ ചെയ്യാം. അങ്ങനെ കൃത്യമായ ഒരു അഡ്വൈസർ തേടി ചെയ്യുന്നതാണ് ബുദ്ധിപരം. അങ്ങനെ അഡ്വൈസ് തേടി നമ്മൾ ചെയ്യുമ്പോൾ ഈ അഡ്വൈസ് ചെയ്തു തരുന്ന ആൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അയാളുടെ അറിവ് വെച്ച് അയാൾ പറയുന്നു ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഉത്തരവാദിത്വം എല്ലാം നമ്മുടെയാണ്. നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം. എനിക്ക് കഴിഞ്ഞ 46 വർഷമായി ഈ രംഗത്ത് പരിചയമുണ്ട്. സാമ്പത്തിക രംഗത്തെ വിവിധ മാറ്റങ്ങളെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലുവ യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഏജൻ്റായി LICയിൽ ഏജൻ്റായി പ്രവേശിച്ചതാണ്. ബിരുദാനന്തരം ഇത് ഫുൾ ടൈമായിട്ട് പ്രൊഫഷണൽ ഏജൻ്റായിട്ട് മുഴുവൻ സമയ ഏജൻ്റായി പ്രവർത്തിക്കുന്നു. ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറും കൂടിയാണ്. ഈ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന എല്ലാ വേരിയേഷൻ, സാമ്പത്തിക ഷെയർ മാർക്കറ്റ് മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാവുന്ന എല്ലാ മാറ്റങ്ങളും അപ്ഡേറ്റ് നോളജുകളും എല്ലാം കരസ്ഥമാക്കി, സാങ്കേതിക വിദ്യയും എല്ലാം തന്നെ കരസ്ഥമാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.